ഒരു പ്രോഗ്രാം കാണാൻ പോയിരുന്നു വീടിനടുത്ത്. ഒരു കോളേജിൽ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരെയും പോലെ വളരെ ദൂരെ നിന്ന് പ്രോഗ്രാം ഞാൻ ഒരു കോളേജിൽ പരിപാടി നടന്നപ്പോൾ കണ്ടു എന്നുള്ളത് വേടനെ ആദ്യമായി കണ്ടത് കോളേജിൽ വെച്ച്. അങ്ങനെയൊക്കെ എനിക്കറിയില്ലായിരുന്നു. പിന്നെ വേടന്റെ മോണോലോഗ് ആവാൻ പോകുന്ന ഞാനാണ്. വിദ്യ വിജയകുമാർ എന്ന സുന്ദരിയാണോ റാപ്പർ ഗായകൻ വേടന്റെ മോണോലോവ? വിവാദങ്ങൾ കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് റാപ്പർ വേടന്റെ പുതിയ ഗാനമായ മോണോലോവയും ഇറങ്ങിയത്. മറ്റു ഗാനങ്ങളെ നെഞ്ചിലേറ്റിയ പോലെ മോണോലോവയും ജനഹൃദയങ്ങൾ സ്വീകരിച്ചു. ഗാനം പുറത്തിറങ്ങുന്നതിന് മുമ്പ് തന്നെ ഈ ഗാനം തൻ്റെ പ്രണയിനിക്കുള്ളതാണെന്ന് അനൗൺസ്മെൻറ്റും വേടൻ നടത്തിയിരുന്നു. വേടന്റെ ആദ്യ പ്രണയ ഗാനവും കൂടിയായിരുന്നു മോണോലോവ. മോണോലോവയിൽ വേടന്റെ കൂടെ അഭിനയിച്ചത് വിദ്യ വിജയകുമാറാണ്. തൻ്റെ പ്രണയിനിക്കുള്ള ഗാനമായി വേടൻ ഈ ഗാനത്തെ ഡെഡിക്കേറ്റ് ചെയ്തത് മുതൽ ആ പ്രണയിനി ആരായിരിക്കുമെന്ന അന്വേഷണത്തിലായി വേടൻ്റെ ആരാധകർ. അങ്ങനെ മോണോലോവയിൽ അഭിനയിച്ച വിദ്യയാണ് വേടൻ്റെ പ്രണയിനി എന്ന് ആരാധകർ ഉറപ്പിച്ചു. വീടിനടുത്ത് ഒരു കോളേജിൽ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരെയും പോലെ വളരെ ദൂരെ നിന്ന് പ്രോഗ്രാം ഈ കോണ്ടാക്ട് ചെയ്ത് വിദ്യയാണ് കാസ്റ്റ് ചെയ്യുന്നതെന്ന് തീരുമാനിച്ചതിന് ശേഷമാണോ? അല്ല, ഇതിനൊക്കെ മുമ്പ്. അപ്പോൾ വേടന്റെ അടുത്ത് നമുക്ക് എത്താൻ പോലും പറ്റിയില്ല. അന്ന് എനിക്കറിയില്ലായിരുന്നു പിന്നെ വേടന്റെ മോണോലോഗ് ആവാൻ പോകുന്ന ഞാനാണ്. അപ്പോൾ ആ ഷൂട്ടിന്റെ സമയത്ത് തന്നെ ഇത് സോങ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞിട്ടായിരുന്നോ ഷൂട്ട്? അതെ, സോങ് എല്ലാം എനിക്ക് മുമ്പേ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായിരുന്നു വിദ്യയുടെ ഭാഗത്തു നിന്നുള്ളൊരു പ്രിപ്പറേഷൻ? ആദ്യം അറിയേണ്ടത് വിദ്യക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നോ, ഒരു ആക്ടിങ് കരിയർ അല്ലെങ്കിൽ അങ്ങനെ ഒരു ആഗ്രഹം മുമ്പ് തന്നെ ഉള്ള ഒരാളായിരുന്നു? അതിന് മുമ്പ് തന്നെ ചില മ്യൂസിക് വീഡിയോയിലൊക്കെ ചെയ്തിട്ടുണ്ട് അല്ലേ? അതെ, ചെറിയ വർക്ക്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് ആദ്യമായിട്ടാണ് ഇത്രയും എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ളൊരു വർക്ക് ചെയ്യുന്നത്, അതും വേടനെ പോലുള്ള ഒരു ആളുടെ കൂടെ. ആഗ്രഹം ഉണ്ടായിരുന്നു. ഓഫ് കോഴ്സ് എല്ലാവരുടെയും പോലെ തന്നെ ഒരു വലിയ വർക്കിൻ്റെ പാർട്ടാവണം എന്ന് ആഗ്രഹം കാണുമല്ലോ. സിനിമ തന്നെയാണ് ലക്ഷ്യം. അപ്പം മോഡലിംഗ് അതിൻ്റെ കൂടെ ചെയ്തു പോകുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് ഇങ്ങനെ ഒരു കോള് വരുന്നത്. സിനിമയിലേക്കുള്ള ലക്ഷ്യം മോഡലിങ്ങും ഇതുപോലെ മ്യൂസിക് വീഡിയോകളുമായി പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് വിദ്യയെ വേടന്റെ മോണോലോവയിലേക്ക് ക്ഷണിക്കുന്നതും നായികയായി ഉറപ്പിക്കുന്നതും. അവസാനം ഗാനം പുറത്തിറങ്ങിയപ്പോൾ വേടന്റെ പ്രണയിനിയെ അന്വേഷിച്ചവർക്ക് അതിലെ വിദ്യയാണെന്ന് കരുതി എല്ലാ സോഷ്യൽ മീഡിയകളിലും പ്രചരിച്ചു. സത്യത്തിൽ വിദ്യ തന്നെയാണോ വേടന്റെ മോണോലോവ? വിദ്യ വേറെ എവിടെയോ പറഞ്ഞു കേട്ടു, അതായത് ഈ പാട്ട് ഇറങ്ങും മുമ്പ് തന്നെ ഈ മോണോലോവ വിദ്യയാണോ എന്നുള്ള ഒരു ചോദ്യം പലരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു അല്ലേ? ഉണ്ടായിരുന്നു. അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. മേ ബി വേടൻ എന്നെ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പം അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഇങ്ങനെ വേടന്റെ ഫാൻസ് കണ്ടുപിടിച്ചതായിരിക്കാം. തപ്പി കണ്ടുപിടിച്ചു. അത് കഴിഞ്ഞിട്ടാണ് മോണോലോവ വരുന്നത്. വേടൻ പലപ്പോഴായി സ്റ്റോറിയിലൊക്കെ അല്ലെങ്കിൽ പോസ്റ്റിലൊക്കെ വേടന്റെ പ്രണയിനി എന്ന് പറഞ്ഞൊരു കുട്ടി 1-2 തവണയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ എന്നിട്ട് എല്ലാവരുടെയും ചോദ്യം ഇത് തന്നെയാണ് ഒറിജിനൽ മോണോലോവ എന്നായിരുന്നു. അത് വിദ്യ നേരിട്ടില്ല ആ ചോദ്യം. ഞാൻ എൻ്റെ അടുത്ത് നേരിട്ട് തന്നെ വന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. എൻ്റെ അടുത്ത്, എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത്, ഫാമിലിയുടെ അടുത്ത്, എല്ലാവരുടെ അടുത്തും ചോദിക്കുന്നുണ്ട്. ഒരു പരിധി കഴിഞ്ഞപ്പോൾ എനിക്കത് ആ ക്വസ്റ്റ്യൻ ഫേസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായി തുടങ്ങി. അപ്പോൾ ഞാൻ തന്നെ എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ ഷെയർ ചെയ്തുണ്ടായി ഞാനല്ല വേടൻ്റെ പ്രണയിനി എന്നുള്ളത്. പിന്നെ മിസ്ലീഡിങ് തംബ്നെയിൽസും ക്ലിക്ക് ബൈറ്റ്സും ഒക്കെയാണ് അതിലേക്ക് ഇടവരുത്തിയത്. ഞാനൊരു ഇൻ്റർവ്യൂ കൊടുത്തപ്പോൾ അങ്ങനെ അതിന്ന് ആ ഭാഗം മാത്രം സ്ഥിരമായിട്ടുള്ള അല്ലേ? ഏതെങ്കിലും ഒരു വാക്കാണോ, ഒരു വാചകമായിരുന്നോ? എന്താണ് വിദ്യക്ക് ഇത്രയും വലിയ പണി തന്നത്? ആക്ച്വലി ഞാൻ ഒരു കോളേജിൽ പരിപാടി നടന്നപ്പോൾ കണ്ടു എന്നുള്ളത് വേടനെ ആദ്യമായി കണ്ടത് കോളേജിൽ വെച്ച്. അങ്ങനെയൊക്കെ കുറച്ച് ഒറ്റ വാചകം, വേടനെ ഞാൻ ആദ്യം കണ്ടത് കോളേജിൽ വെച്ചായിരുന്നു, അത്രയും മതിയായിരുന്നല്ലോ? അത്ര മതിയായിരുന്നു. വിദ്യ വിജയകുമാർ എന്ന മോഡേൺ വേടന്റെ പ്രണയിനി തന്നെയാണ് വേടന്റെ സോങ്ങായ മോണോലോവയിലെ മോണോലോവ. എന്നാൽ സത്യത്തിൽ വേടന്റെ പ്രണയിനി വിദ്യയല്ല. അതെല്ലാം ചിലർ പറഞ്ഞു പരത്തിയതാണ്. ആരാദ്യം പറയും എന്ന ഒരു തന്ത്രത്തിൻ്റെ ഭാഗം മാത്രമായിരുന്നു അത് പിന്നീട് പറഞ്ഞവരും അറിയാത്തവരും ഒരുപോലെ ഏറ്റെടുത്തു. അങ്ങനെ സ്വപ്നത്തിൽ പോലും വേടനും വിദ്യയും ആഗ്രഹിക്കാത്തത് വേടൻ്റെ ആരാധകർ കൊണ്ടാടി. പിന്നീട് സത്യം പുറത്തു വന്നപ്പോഴാണ് പലരും തിരിച്ചറിഞ്ഞത്. എണ്ണൊക്കെ കൂടിയിട്ടുണ്ട്. പെട്ടെന്ന് എനിക്ക് ഇതുവരെയും ഒരു
എൻ്റെ ഒരു ഇത്രയും ഏജ് ഗ്യാപ്പിൽ ലൈക്ക് നമ്മുടെ ഏജിലൊക്കെ ഉള്ളവർ എന്നെ തിരിച്ചറിയുന്നുണ്ട് എന്നല്ലാതെ കുറച്ച് പ്രായമുള്ളവരൊക്കെ ആദ്യമായിട്ടാണ് എന്നെ തിരിച്ചറിയുന്നത്. അതും ഓടി വന്ന് വേടന്റെ വിശേഷങ്ങൾ ചോദിക്കും. വിളിക്കാറുണ്ടോ, വിളിക്കുമ്പോൾ അന്വേഷണം പറയണം എന്ന് പറയും. മോണോലോവ അല്ലേ എന്ന് എടുത്ത് ചോദിക്കും. മറ്റേത് ഇൻസ്റ്റഗ്രാമിൽ കണ്ടിട്ടുണ്ട് അങ്ങനെയുള്ളൊരു ഇതേ ചോദിക്കത്തുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പോഴാണ് ഇങ്ങനെ പേരെടുത്ത് ചോദിക്കലുണ്ട്. വിജയകുമാർ മാറി ഏതാണ്ട് മോണോലോവയായോ? ആ, മോണോലോവ മാത്രല്ല, വേടന്റെ ഗേൾ ഫ്രണ്ട് ആണോ എന്നാ വന്ന് ചോദിക്കുന്നത്. അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു ചോദ്യമാണ്. ബിക്കോസ് വേടനും പേഴ്സണൽ ലൈഫ് ഉണ്ട്, എനിക്കും പേഴ്സണൽ ലൈഫ് ഉണ്ട്. അപ്പൊ ഞാൻ ആ ചോദ്യത്തെ നേരിട്ടാലും വീട്ടുകാർക്കൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. വിദ്യ അതിന് പലയിടത്തായിട്ട് മറുപടി കൊടുക്കേണ്ടി വന്നു അവസാനം. ഇനിയിപ്പോൾ ഇനിയും അത് മനസ്സിലാക്കാത്ത കുറെ പേരുണ്ടാവും. ഒരു പക്ഷെ ഇത് തന്നെയാണ് ഒറിജിനൽ മോണോലോവ എന്ന് വിചാരിക്കുന്നുണ്ട്. അവരോട് എന്താ പറയാനുള്ളത് വിദ്യക്ക്? ഞാനല്ല സത്യത്തിൽ എൻ്റെ മോയെ ഞാൻ ഇങ്ങനല്ല അല്ലേ? ഞാൻ ഈ പാട്ട് ഇറങ്ങിയപ്പോൾ തന്നെ അങ്ങനെ പറയുന്നുണ്ടായിരുന്നു. സോ അതിന്റെ ഒരു ക്ലാരിഫിക്കേഷന് വേണ്ടി ഞാനൊരു ഇന്റർവ്യൂ കൊടുത്തു. അതിന്ന് പിന്നെ അതിനെക്കാട്ടിലും വലിയ പ്രശ്നം, അതിനെക്കാട്ടിയും വലിയ പ്രശ്നമായി. അങ്ങനെ വേടന്റെ മോണോലോവ ആരാണെന്ന് ഇതുവരെയും പ്രഖ്യാപിച്ചിട്ടില്ല. പലതരത്തിലുള്ള ഊഹാഭോഗങ്ങൾ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ പറഞ്ഞിടത്തോളം വിദ്യ വിജയകുമാർ ഒരു മോഡേൺ താരവും ആക്ടറും മോണോലോവ എന്ന ആൽബത്തിലെ ഒരു നായികയും മാത്രമാണ്. വേടൻ തൻ്റെ മോണോലോവയുടെ പേര് പറയും വരെ അതങ്ങനെ തന്നെ ഇരിക്കട്ടെ.